ഹ്യൂമൻ ബീയിങ്സ് ആർ എക്സിസ്റ്റൻഷ്യൽ സഫറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാർ ബുദ്ധിമുട്ടാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ് എന്നാണ് പറയുന്നത്. സയൻസ് ആവട്ടെ, മെൻ്റൽ ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ് ആവട്ടെ, സൈക്കോളജിസ്റ്റ് ആവട്ടെ, എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള മെൻ്റൽ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെയുള്ള ഈ ലോകത്ത്, അതോടൊപ്പം തന്നെ കൃത്രിമമായി ജീവിക്കുന്ന ഈ ലോകത്ത്, ടെക്നോളജി ഭയങ്കരമായി അഡ്വാൻസ്ഡ് ആയ ഈ ലോകത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ ചില നുറുങ്ങ് കൈകൾ ആവശ്യമാണ്. ഞാൻ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഡോക്ടർ ആൻഡ്രൂ ഹ്യൂബർമാൻ. അമേരിക്കയിലെ സാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം പറയുന്ന കുറച്ച് ചില കാര്യങ്ങളുണ്ട്. ഇത് സ്ഥിരമായി നമ്മൾ ഫോളോ ചെയ്താൽ നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറോ കെമിക്കൽസ് ആയാലും നമ്മുടെ ബോഡിയിലുള്ള കെമിക്കൽസ് ആയാലും എല്ലാം മൈൻഡ് ആൻഡ് ബോഡി ഒരു സന്തുലിതാവസ്ഥയിൽ പ്രവർത്തിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഒരു ക്ലിയർ ആൻഡ് ഫോക്കസ് മൈൻഡ് ഉണ്ടാക്കാം, അതും സയൻസ് പറയുന്ന രീതിയിൽ, അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പലപ്പോഴും വീട്ടിൽ നിന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യുന്നത് എന്താണ്? വന്നിരുന്ന് സോഫയിലിരിക്കുക, അല്ലെങ്കിൽ അവിടെ മുറ്റത്തെവിടെയെങ്കിലും ഇരിക്കുക, പത്രം വായിക്കുക, അതല്ലെങ്കിൽ ചുമ്മാതെ ലേസി ആയിട്ട് എന്തെങ്കിലും ചെയ്യുക. പക്ഷേ ഈ ക്ലിയർ ആൻഡ് ഫോക്കസ് മൈൻഡിന് സയൻസ് പറയുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർവേഡ് ആംബുലേഷൻ, അതായത് മുമ്പോട്ടുള്ള നടത്തം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ വെളിയിലേക്കിരിക്കുന്ന രണ്ട് ഭാഗമേ ഉള്ളൂ. അതായത് രണ്ട് കണ്ണുകളാണ് നമ്മളുടെ ബ്രെയിനിൻ്റെ വെളിയിലേക്കിരിക്കുന്ന രണ്ട് ഭാഗങ്ങൾ. ഈ രണ്ട് ഭാഗത്തിലൂടെ കയറുന്ന രശ്മികൾ, സൂര്യരശ്മികൾ, നമ്മളുടെ പല ഹോർമോണൽ ചേഞ്ചസും വരുത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ബോഡി ക്ലോക്കിനെ ഉണർത്തി രാവിലെ ആയി, നേരമായി, നീ അലേർട്ട് ആവുക, നീ ഫോക്കസ് ആവുക എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു രാവിലത്തെയുള്ള മുന്നോട്ടുള്ള നടത്തം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെറുതെ നമ്മളൊരു എക്സസൈസിന് വേണ്ടി നടക്കുന്നതല്ല. അതോടൊപ്പം തന്നെ കുറേ നേരം നിങ്ങൾ നടക്കണമെന്നില്ല. രാവിലെ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് മിനിമം എങ്കിലും മുമ്പോട്ട് നടക്കുക, സൂര്യനെ കണ്ട് മുന്നോട്ട് നടക്കുക. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് അരമണിക്കൂർ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10 മിനിറ്റ് നടക്കുക. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഈ സൂര്യൻ ഉള്ള രാജ്യങ്ങളിലല്ലേ ഉള്ളൂ ഇത് ചെയ്യാൻ പറ്റുള്ളൂ? ഇപ്പം ഇവിടെ തന്നെ ആണെങ്കിലും വിൻ്റർ ആയിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ കാനഡ പോലുള്ള രാജ്യങ്ങളിൽ വിൻ്റർ ആയിക്കഴിഞ്ഞാൽ പിന്നെ സൂര്യനെ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ക്ലൗഡി ആയിട്ടുള്ള സമയത്താണെങ്കിൽ പോലും, കർമ്മയങ്ങളുള്ള സമയത്താണെങ്കിൽ പോലും, ചെറിയ സൂര്യനുണ്ടെങ്കിൽ പോലും ഇത് ഫലവത്താണ്. അപ്പം ഞാൻ ആദ്യം എഴുന്നേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം ഒരു ചായ കുടിക്കുക, അല്ലെങ്കിൽ ഒരു കോഫി കുടിക്കുക. സയൻസ് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നല്ല പോലെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബോഡി തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന വെള്ളത്തിൽ നിന്നാണ്. അപ്പം ഇഷ്ടംപോലെ വെള്ളം നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്. ആദ്യം വെള്ളം കുടിക്കുക. ഏകദേശം ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മൾ കോഫിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളോ കഴിക്കാവൂ എന്നാണ് സയൻസ് പറയുന്നത്. അവർ പറയുന്നത് ഒപ്റ്റിമലായിട്ടൊരു 90 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ചായയോ കോഫിയോ കുടിച്ചാൽ മതി എന്നുള്ളതാണ്. കാരണം അതിന് മുമ്പുള്ള സമയത്ത് നമ്മുടെ ബോഡിയിൽ ഈ ചെറിയ ഉത്തേജനങ്ങൾ തരുന്ന കോർട്ടിസോൾ ആയാലും ഒക്കെ അതിൻ്റെയൊക്കെ ലെവല് അത്യാവശ്യം ലെവലിൽ നിൽക്കുകയായിരിക്കും. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു ക്ലിയർ ആൻഡ് ഫോക്കസ് മൈൻഡിലാണ് രാവിലെ എഴുന്നേൽക്കുന്നത്. പിന്നെയാണ് നമ്മുടെ ഈ തലയിൽ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വന്ന് നമ്മളുടെ മനസ്സിനെ വേറൊരു രീതിയിലേക്ക്, ചിന്തകളിലേക്കൊക്കെ മാറ്റിവിടുന്നത്. അപ്പോൾ രാവിലെ ആ ക്ലിയർ ആൻഡ് ഫോക്കസ് മൈൻഡുള്ള സമയത്ത് നമ്മൾ കോഫി ഇച്ചിരി ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ, അതിനുശേഷം നമ്മൾ കോഫി കുടിക്കുമ്പോൾ വീണ്ടും നമ്മളുടെ മനസ്സ്, മൈൻഡ്, അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ മൊത്തത്തിലുള്ള ആ ഒരു ചിന്തകൾ എല്ലാം ഒരു ഫോക്കസിലേക്ക് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിവതും ആ ഒരു ചെറിയ ഡിലേ വരുത്തുന്നതാണ് നല്ലത് എന്നാണ് സയൻസ് പറയുന്നത്. അപ്പോൾ രാവിലെ കോഫി കുടിക്കാതിരിക്കുക, രാവിലെ വെള്ളം കുടിക്കുക, അതിനുശേഷം ഒരു 90-120 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കോഫി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുടിക്കുക. കാരണം ഇവിടെ വെസ്റ്റേൺ കൺട്രീസിലെ ഏറ്റവും കൂടുതലുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്ന സ്ഥലം എവിടെയാണ്? കോഫി ഷോപ്പുകളാണ്. കാരണം ഏത് വർക്കിനായാലും നമുക്ക് തന്നെ അറിയാം, നമ്മളുടെ ഒരു അലേർട്ട് ആൻഡ് ഫോക്കസ് മൈൻഡൊക്കെ എൻ്റെ പോകുമ്പോൾ, ഞാൻ കോഫി ഡ്രിങ്കർ അല്ലായിരുന്നു ഇവിടെ വരുന്നതിന് മുമ്പ്, കോഫിയേ കുടിക്കത്തില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം പതുക്കെ കോഫി കുടിച്ചു തുടങ്ങിയപ്പോൾ ജോലി സ്ഥലത്തൊക്കെ നമുക്ക് കുറച്ച് ഫോക്കസ്ഡ്, ചിലപ്പോൾ നമ്മൾ ക്ഷീണമോ ഉറക്കമൊക്കെ വരുമ്പോൾ കോഫി കുടിച്ച് കഴിയുമ്പോൾ ഒരു ഉണർവ് കിട്ടും. അങ്ങനെ ശീലിച്ചതാണ്. പക്ഷേ ഒരു കാര്യം ആലോചിക്കുക, കോഫി കുടിക്കുമ്പോൾ രാത്രി സമയങ്ങളിൽ കോഫി കുടിക്കാതിരിക്കുക, കാരണം ഉറക്കം വരത്തില്ല.
പകൽ 2-3 കപ്പിൽ നമ്മൾ ഒതുക്കുക. കോഫി നമ്മുടെ ഡോപ്പമീൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ചെറുതായിട്ടൊന്ന് ഉണർത്തും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയൊരു അലേർട്ട്നെസ്സും ഒരു ഫോക്കസും ഒരു ചെറിയ സന്തോഷവും ഒക്കെ. നാട്ടിൽ പോകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരിക്കുന്ന ഒരു കാര്യങ്ങളിലൊന്നാണ് ഭക്ഷണമടി. കാരണം വീട്ടിലായാലും കടയിലായാലും എവിടെ ചെന്നാലും 3 നേരം ഭക്ഷണം കൃത്യമായിട്ടുണ്ടാവും. എല്ലാ കടകളിലും അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സ്കൂളിലോ കോളേജിലൊക്കെ പോകുമ്പോൾ ഉമ്മ രാവിലെ തന്നെ ചോറും കറിയൊക്കെ പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ രാവിലെ തന്നെ ദോശയൊക്കെ കഴിച്ചിട്ട് വിടുമായിരുന്നു. സയൻസ് പറയുന്നത് സത്യം പറഞ്ഞാൽ അത്രയും നേരത്തെ ഒന്നും നിങ്ങൾ ഫുഡ് കഴിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 12 മണിക്കൂറൊക്കെ കൃത്യമായിട്ടൊരു ഫാസ്റ്റിംഗ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ സമയം കുറച്ച് ബോഡി ഫാറ്റൊക്കെ അങ്ങ് പോയി കുറച്ച് നല്ല ഹെൽത്തി സെല്ലൊക്കെ രൂപപ്പെട്ട് കുറച്ചുകൂടെ നമ്മൾ ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് സയൻസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായിട്ട് നിങ്ങൾ 7 മണിക്കും 8 മണിക്കും 9 മണിക്കും ഒന്നും കഴിക്കണമെന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ് പറയുന്നത്. രാവിലെ ചെറുതായിട്ട് ഒരു ഇച്ചിരി സമയം നമ്മൾ വിശന്നിരുന്ന് കഴിഞ്ഞാലുള്ളൊരു ഗുണം, നമ്മൾ ഏത് ജോലിയാണോ ചെയ്യുന്നത് ആ രാവിലെയാണ് അതിൻ്റെ അലേർട്ട്നെസ്സും ഫോക്കസും വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മൾ വിശന്നിരുന്നാൽ അലേർട്ട്നെസ് ഫോക്കസ് കൂടും. എനിക്കറിയില്ലായിരുന്നു, വിശന്നിരുന്ന് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ദേഷ്യം കൂടുക അല്ലെങ്കിൽ എന്തോ ഒരു വല്ലായ്മ വരിക എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കിയത്, സയൻസിൽ നിന്നും ഞാൻ എൻ്റെ സ്വന്തം എക്സ്പെരിമെൻറ്റിൽ നിന്നും മനസ്സിലാക്കിയത്, ചെറിയ വിശപ്പും ചെറിയ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ, കുറച്ച് സമയങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു അലേർട്ട്നെസ് ആൻഡ് ഫോക്കസ് ഉണ്ടാവും. അതേസമയം അത് കുറേ നേരം നമ്മൾ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം നമുക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരും, അല്ലേ? ഉറക്കം എഴുന്നേറ്റാൽ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സംഗതി എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ മൊബൈൽ ഫോൺ എടുക്കുക, അതിലെ ഫേസ്ബുക്ക് നോക്കുക, ഇൻസ്റ്റാഗ്രാം നോക്കുക, അതല്ലെങ്കിൽ വാട്സപ്പ് തുറന്നു നോക്കുക. ഇതായിരുന്നു സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ആ സമയം കുറച്ച് നേരം കൊണ്ട് തന്നെ ഞാൻ ഡൗൺ ആവുകയാണ്. മാനസികമായിട്ട് നമ്മൾ മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. എന്തൊക്കെയോ മനസ്സിൽ നിറഞ്ഞ പോലെ, എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ചുറ്റിനും നടക്കുന്ന പോലെ, ആകെ മൈൻഡെല്ലാം ഫില്ല് ചെയ്തിരിക്കുകയാണ്. സയൻസ് പറയുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നാണ്. ഞാനത് പരീക്ഷിച്ച് നോക്കി. തീർച്ചയായിട്ടും ആ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. രാവിലത്തെ കഴിവതും എഴുന്നേറ്റ് കഴിഞ്ഞ് ആ 1 മണിക്കൂർ ഫോൺ കൈകൊണ്ട് തൊടരുത്. കാരണം ആ എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിലെ കോർട്ടിസോയിലായാലും ഹോർമോണൊക്കെ ഒന്ന് ഉണർന്നു നിൽക്കുന്ന ക്ലിയർ മൈൻഡോടുകൂടി നമ്മളെല്ലാം ഇങ്ങനെ, ഉറക്കമെന്ന് പറയുന്നത് മറ്റൊരു മരണമാണെന്ന് പറയുന്ന പോലെ, ആ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഉള്ള ഒരു ക്ലിയർ മൈൻഡോടുകൂടി വരുന്ന നമ്മളെ ഈ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും പിന്നെ വരുന്ന അഡ്വർടൈസ്മെൻറ്റുകളും ആൾക്കാരുടെ പ്രകടനങ്ങളും പ്രഹസനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് ആ മനസ്സിനെ ഫില്ല് ചെയ്യുകയാണ്. ആ മനസ്സിലൂടെ പല ചിന്തകളെ കടത്തിടുകയാണ്. അപ്പോൾ ക്ലിയർ ആൻഡ് ഫോക്കസ് മൈൻഡ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നമ്മൾ കഴിവതും, ഞാൻ ഹെൽത്ത് കെയറിൽ വർഷങ്ങളായി വർക്ക് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള രോഗികളെ കാണാറുണ്ട്. ഇവിടെ ബ്രിട്ടനിൽ ഇന്ത്യക്കാരുടെ പോപ്പുലേഷൻ ധാരാളമുണ്ട്. ഗുജറാത്തികളാവട്ടെ, പഞ്ചാബികളാവട്ടെ, അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രീയൻസ് ആവട്ടെ, എല്ലാ തരത്തിലുള്ള സൗത്ത് ഇന്ത്യൻസ് ആവട്ടെ, ശ്രീലങ്കൻസ് ആവട്ടെ, അങ്ങനെ ധാരാളമായിട്ടുള്ള ആൾക്കാർ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ് UK, അഥവാ പ്രത്യേകിച്ച് ലണ്ടൻ. അപ്പോൾ ഇവർ വരുമ്പോൾ പലപ്പോഴും വരുന്ന ഒരു 40-45 വയസ്സ് കഴിയുന്ന ആൾക്കാരുടെ കൊളസ്ട്രോളും ബ്ലഡ് പ്രഷറും ഡയബറ്റീസും വളരെ കോമൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനം അറ്റ്ലീസ്റ്റ് കുറച്ച് എക്സസൈസ് ചെയ്യുക. സ്ട്രെസ്സ് ഫ്രീക്കും വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആങ്സൈറ്റി കുറയ്ക്കുന്നതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വ്യായാമം. സോ അത് ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും മിനിമം ചെയ്യാം. ഉപബോധ മനസ്സിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പാടുള്ളൊരു കാര്യമാണ്. വർഷങ്ങളായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഉപബോധ മനസ്സിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ചെറിയ മാറ്റം ഓരോ ദിവസവും നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറേ നാളുകൾ കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമായി മാറും. ഒരു ചെറിയ ടിപ്പാണ് തണുത്ത വെള്ളം. നമ്മൾ വളരെ മൂടിയായിട്ട് വളരെ ഡള്ളായിട്ടിരിക്കുന്നൊരവസ്ഥയിൽ നമ്മൾ ദേഹത്ത് തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ, ചെറുതായിട്ടല്ലേ തണുപ്പിൽ കുളിച്ചാൽ, ചൂടുള്ളതൊക്കെ നല്ല കാലാവസ്ഥയാണെങ്കിൽ, ചൂടില്ലെങ്കിലും കുഴപ്പമില്ല, തണുത്ത രാജ്യത്താണെങ്കിൽ പ്രത്യേകിച്ചും നല്ലത്. ഈ തണുത്ത വെള്ളം ഭയങ്കര പാടാണ്. ആദ്യം പെയിനാണ്. എപ്പോഴും പെയിൻ ആൻഡ് പ്ലഷർ സെൻറ്റർ ബ്രെയിനിൽ ഒരു സ്ഥലത്താണെന്നാണ് പറയുന്നത്. അപ്പം ഈ പറയുന്ന പെട്ടെന്നൊരു ഒരു പെയിൻ ഉണ്ടെങ്കിലും അതിനുശേഷം ഒരു പ്ലഷർ നമുക്കുണ്ടാവുന്നതാണ്.
അത് ഗ്യാരൻറ്റീഡ് ആണ്. അതിൻ്റെ ഇഫക്റ്റ് ഏകദേശം 4-5 മണിക്കൂറോളം നീണ്ടു നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്. എനിക്കറിയാവുന്ന അറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തരികയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദിസ്. നിങ്ങളാണ് നമ്മളുടെ ടൈപ്പിൻ്റെ എല്ലാവിധ സപ്പോർട്ടും. ഇതോടൊപ്പം തന്നെ ഞങ്ങൾ പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ടൈപ്പിൻ്റെ യൂട്യൂബ് ചാനൽസ് ഉണ്ട്, സ്പോട്ടിഫൈയിലുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.